ഓക്കെ. അതുപോലെ തന്നെ ഇവര് പൈസക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പറ്റിക്കും, പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ട്. ഇപ്പം എന്റേത് വന്നിട്ടുള്ളത് ഗർസോപ്പിന്റെതാണ്. ഞാൻ ഗർസോപ്പ് മാത്രമല്ല, ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ. ഹായ് ഒരു വേണം പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഹെലനോസ് പാട്ട കല്യാണിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. കല്യാണി ചേച്ചിനെ അറിയാലോ, കണ്ണി കണ്ട ക്രീമൊക്കെ വാരി തേച്ച് സ്കിന്നെല്ലാം ഡാമേജ് ആയിട്ട് ഡോക്ടറെ കാണിച്ച് ഡോക്ടറോട് കൊളാബ് ചോദിച്ചപ്പോൾ ഡോക്ടറാണെ കണ്ടം വഴി ഓടിച്ചു. അവസാനം ഡോക്ടർ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത മൈ വേ ബൈ കല്യാണിയെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചേച്ചിയാണെ കുറച്ചു ദിവസമായിട്ട് എയറിലാണ്. ആ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പം ഹെലനോസ് പാട്ട വന്നിട്ടുണ്ട്. അതിപ്പോ അങ്ങനെയല്ലേ വരൂ. കല്യാണി ചേച്ചിയെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഐറ്റംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഹെലനും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ വർഗസ്നേഹം കാണാതിരിക്കുവോ? കല്യാണി ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ എന്താണ് അവസ്ഥ? മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ? നമുക്ക് എന്തായാലും ഹെലന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ മൈ വെരി 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 ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഐ നോ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് കാര്യങ്ങൾ ഇട്ടിട്ട്, കാരണം തിരക്കായിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത്. അപ്പോ എന്റെ ഫീൽഡിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി ഏതോ ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തതിന് ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രോളുന്നതും നെഗറ്റീവായിട്ട് അത് ചിത്രീകരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാണണമല്ലോ, അമ്മാതിരി പ്രപ്പല്ലേ നമ്മുടെ കല്യാണി ചേച്ചി ഇവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പൊ പിന്നെ ട്രോളുന്നതും നെഗറ്റീവ് വരുന്നതും ഒക്കെ സ്വാഭാവികം. ഒന്നുവീതം 3 നേരം ബ്യൂട്ടി പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് കല്യാണി ചേച്ചി. എന്നിട്ട് ഈ ക്രീമൊക്കെ തേച്ച് അവസാനം പണി കിട്ടിയപ്പോ ലക്ഷങ്ങൾ മുടക്കി ചേച്ചി ചികിത്സിക്കാൻ പോയി. അതിന്റെ ഇടയിലും ഇവിടെ ക്രീം പ്രൊമോഷനുകൾ നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും പണി കിട്ടി, പിന്നെ നിങ്ങൾക്കും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ചേച്ചി പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചേച്ചിയെ പിന്നെ ട്രോളാതിരിക്കാൻ പറ്റുമോ? ഹെലന് പിന്നെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഹെലൻ കല്യാണിനെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ സ്കിന്നിൽ വന്നിട്ട് 7 മാസമായിട്ട് ആളിത് പറഞ്ഞില്ല. ആൾക്കാരോട് ഇത് ചികിത്സിക്കുകയാണ് എന്ന് പറഞ്ഞില്ല. ആൾക്കാരെ പറ്റിക്കുന്നു, ആനയാണ്, ചേനയാണ്, ചെരങ്ങയാണെന്നൊക്കെയാണ് നിങ്ങളുടെ വിഷയം. അത് പിന്നെ ചെറിയ വിഷയമാണോ? എല്ലാരെയും പറ്റിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് എങ്ങനെയാണ് ഹെലനെ നിനക്ക് ഇത്ര ലാഘവത്തോടെ സംസാരിക്കാൻ പറ്റുന്നത്? ഈ കല്യാണി എന്ന് പറയുന്ന ആള് കഴിഞ്ഞ 8 മാസത്തോളമായിട്ട് സ്കിന്ന് ഡാമേജ് ആയിട്ട് ഈ ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണെങ്കിൽ ഇവരെത്രയോ ക്രീം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതിലേതോ ക്രീമാണ് ചേച്ചിക്ക് പണി കൊടുത്തത്. അതിനിടയിൽ ഇവരുടെ ഈ പ്രൊമോഷൻ കണ്ടിട്ട് ആളുകൾ ഈ ക്രീമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കല്യാണി ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ക്രീം തേച്ച് പണി കിട്ടി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് വരുന്നതായിരുന്നു. അതൊന്നും പുള്ളിക്കാരി മിണ്ടിയില്ല. ഫോളോവേഴ്സിനോട് ഒരു കുറച്ചെങ്കിലും കമ്മിറ്റ്മെന്റ് വേണ്ടേ? എന്നാലും ഹെലന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ കൊള്ളാമോ? ഒന്നെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവം ഹെലൻ അറിയത്തില്ല, അല്ലെങ്കിൽ വിവരമില്ല. ഇതിലേതാണെന്ന് ഹെലൻ തന്നെ പറ. ഓക്കെ. അതുപോലെ തന്നെ ഇവര് പൈസക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പറ്റിക്കും, പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ട്. ഇപ്പം എന്റേത് വന്നിട്ടുള്ളത് ഗർസോപ്പിന്റെതാണ്. ഞാൻ ഗർസോപ്പ് മാത്രമല്ല, ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ലാന്നോ, നാളെ നിങ്ങളെ തീർത്ത് കളയുന്നോ ആരും പറയുന്നില്ല. എന്ന് വെച്ച് എന്തും എടുത്ത് പ്രൊമോട്ട് ചെയ്യാന്നാണോ ഹെലൻ പറയുന്നത്? അല്ല, എന്താ ഹെലൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഓരോ സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരുടെ വീട്ടിലും വന്ന് കുത്തിപ്പിടിച്ച് അത് വാങ്ങിക്കെന്ന് പറയണമെന്നില്ല. ഇത് നിങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്താൽ മാത്രം മതി. ആ സാധനം ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് നിങ്ങൾ കൂടി ഉത്തരവാദിയാണ്. ഇപ്പൊ ഗർസോപ്പിന്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ ഹെലൻ പറഞ്ഞല്ലോ അഭിമാനത്തോടു കൂടി ഞാൻ അത് പ്രൊമോട്ട് ചെയ്തു എന്നുള്ള കാര്യം. എന്ത് പറഞ്ഞിട്ടാണ് ഹെലൻ അത് പ്രൊമോട്ട് ചെയ്തത്? ആ ഗർസോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിലെ ടാൻ ഒക്കെ കംപ്ലീറ്റ്ലി ഇല്ലാതാവുമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷെ ആ സോപ്പ് ഉപയോഗിച്ച് ഒറ്റ മനുഷ്യരുടെ പോലും ടാൻ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഒരു ഇൻസ്റ്റന്റ് വൈറ്റനിങ് കിട്ടുമെന്നല്ലാതെ ഒരു ഉപകാരവും ആ സോപ്പ് കൊണ്ടില്ല. കാര്യം ആ ഒരു ടൈമിലേക്ക് മാത്രമേ ആ ഒരു ബ്രൈറ്റ്നസ് നിൽക്കത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പഴയപടിയാണ്. ഇങ്ങനെയാണ് ഉപയോഗിച്ച ആളുകളെല്ലാം പറയുന്നത്. ഞാനും ഈ ഗറിന്റെ സോപ്പ് യൂസ് ചെയ്ത ഒരാളാണ്. അത് അങ്ങനെ തന്നെയാണ്, അടിപൊളി ആണെന്ന് വിചാരിച്ചാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ അത് വെറും ഫേക്ക് പ്രൊഡക്റ്റ് ആയിരുന്നു, ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും അതിൽ നിന്ന് എന്തായാലും ഹെലന് ഊരിപ്പോരാൻ പറ്റത്തില്ല. അതായത് ഹെലൻ വീട്ടിൽ വന്ന് ഇങ്ങനെ ആളോട് വാങ്ങിക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഐറ്റം പ്രൊമോട്ട് ചെയ്താൽ മാത്രം മതി. ഈ വീഡിയോ കണ്ട ഒരാളെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഹെലനും കൂടെ ഉള്ളതാണ്. അല്ല, പൈസ കിട്ടുന്ന കാര്യമില്ല, അതുകൊണ്ട് എന്തും പ്രൊമോട്ട് ചെയ്യാമല്ലോ. അല്ലാതെ ഞാൻ ആരെയും വാങ്ങാൻ നിർബന്ധിച്ചില്ലേ എന്ന് വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ അർത്ഥം എന്താന്നുള്ളത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. മനസ്സിലായില്ലേ? ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ
നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. മാർക്കറ്റിൽ ദിസ് പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, ഏതൊരു ഇപ്പൊ എനിക്ക് എന്റെ സ്കിന്ന് പിന്നെ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി ഇവിടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനോ, ഞാൻ പൊതുവെ ചെറുപ്പം തൊട്ടേ കാണിക്കുന്നുള്ളത് ഇവിടെയുള്ള നമ്മുടെ കാസർഗോഡുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറിനെയാണ് എന്റെ സ്കിൻ ഞാൻ കാണിക്കുന്നുള്ളത്. അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ഡോക്ടറെ പോയി കാണിക്കും. നാട്ടുകാർക്ക് എന്തെങ്കിലും പക്ഷേ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുള്ളെങ്കിൽ ഗർസോപ്പ് അതുപോലെയുള്ള കുറെ ക്രീമുകളും റെക്കമെൻഡ് ചെയ്യും. എന്തായാലും ഹെലനാള് കൊള്ളാലോ. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളൊക്കെ പറ്റിപ്പാണ്, ഉടായിപ്പാണ്. എന്തായാലും ഹെലൻ തന്നെ അത് സമ്മതിച്ചുകൊണ്ട് എന്റെ പണിയിൽ പോയി. എന്തായാലും സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പുള്ളിക്കാരി വേഗം ഡോക്ടറെ പോയി കാണിക്കുമെന്നാണ് പറയുന്നത്. ഫോളോവേഴ്സിനോട് ശരിക്കും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിൽ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ പോയി കാണിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം നിങ്ങൾ ഗർസോപ്പും മറ്റു പല ക്രീമുകളും സജസ്റ്റ് ചെയ്യും. ഇതിനെയാണ് ഇരട്ടത്താപ്പെന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇഷ്യൂസ് അല്ല, എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ച് ഇതുവരെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും വിഷയങ്ങൾ കാര്യങ്ങൾ വന്നിട്ടില്ല. അല്ലാണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ വിറ്റാമിന്റെ കുറവ്, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിനെന്താ പറയാ സൺ ഇത് കാരണം എന്റെ ഫേസിൽ പണ്ട് തൊട്ടേ അതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇവിടെയുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറെയാണ്. ഞാൻ ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതുവരെ ഒരു വീഡിയോ കണ്ടൊന്നും പർച്ചേസ് ചെയ്യാത്ത ആളാണ് സ്വന്തം വീഡിയോയിൽ വന്നിരുന്ന ആളുകൾക്ക് ഓരോ പ്രൊഡക്റ്റും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പരിചയപ്പെടുത്തുക മാത്രമല്ല, ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കി എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിക്കുന്ന കൂടിയുണ്ട്. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഗർസോപ്പ് എന്ന് പറഞ്ഞ് ആ ഒരു സോപ്പ് യൂസ് ചെയ്തതിന്റെ 2 ഫോട്ടോയും പുള്ളിക്കാരി കാണിക്കുന്നുണ്ട്. ബിഫോർ ഡാർക്ക് ആയിട്ടുള്ള ലൈറ്റ് കുറവുള്ള പിന്നെ ഫോട്ടോ കാണിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ കാണിക്കുന്നത് നല്ല ഫിൽറ്റർ ഒക്കെ ഇട്ട് പിന്നെ നല്ല ലൈറ്റിലൊക്കെ എടുക്കുന്ന ഫോട്ടോ ആയിരിക്കും. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന ആളാണ് ഇവരൊക്കെ. എന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ഇതുവരെ പിന്നെ ഒന്നും പ്രൊമോഷൻ ഒന്നും കണ്ട് ഒന്നും വാങ്ങിയിട്ടില്ലെന്ന്. ഇത് നിങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞ് വീട്ടിൽ ആരെയും വന്ന് നിർബന്ധിച്ചിട്ട് ഇല്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ മലയാള സിനിമാ നടൻ മോഹൻലാൽ ഒരു ഐസ്ക്രീമിന്റെ പരസ്യം, കിവിയാണെന്ന് തോന്നുന്നു, ചെയ്യുന്നുണ്ട്. ഡെയിലി അവരുടെ വീട്ടിൽ ഐസ്ക്രീം അവർ തിന്നുന്നുണ്ട്. അവർ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും, ഐസ്ക്രീമേ കഴിക്കുന്നുണ്ടാവില്ല. പിന്നെ കണ്ണൻ ദേവൻ ചായ, ചിലപ്പോ ഈ ലാലേട്ടൻ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ലാലേട്ടൻ രാവിലെ കണ്ണൻ ദേവൻ ചായ കുടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കിവിന്റെ ഐസ്ക്രീം വെച്ച് ഡെസേർട്ട് നിന്ന് ഡെയിലി കിടക്കുന്ന ആളാണെന്നാണോ? അതിന് ലാലേട്ടൻ വന്നിരുന്നത് ഞാൻ തിന്നു നോക്കി കുടിച്ചു നോക്കി എന്നൊന്നും വന്ന് പറഞ്ഞില്ലല്ലോ. പരസ്യം ചെയ്തിട്ട് പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ സ്ഥാനത്ത് നിങ്ങൾ പറയുന്നത് എന്താണ്? ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കി, എനിക്ക് നല്ല മാറ്റമുണ്ട്, നിങ്ങളും മേടിക്ക് എന്നൊക്കെയല്ലേ പറയുന്നത്. ലാലേട്ടൻ ചെയ്തത് പരസ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇവരൊക്കെ ഇവിടെ ആൾക്കാർക്കുണ്ട്. ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുമെന്ന് പറയുന്നത് വെറും ഒരു പരസ്യവാചകമാണെന്ന് ആൾക്കാർക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പക്ഷെ നിങ്ങളൊക്കെ ഇതൊക്കെ പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞാണ് ഓരോന്നൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ആളുകളാണെങ്കിൽ ഇത് പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. കാരണം നിങ്ങൾ അങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ലാലേട്ടനും മമ്മൂക്കായും ഒക്കെ പരസ്യം ചെയ്ത ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ കരുതരുത്. ഉടായ്പാണെങ്കിൽ അവർക്കും പണി കിട്ടും. അങ്ങനെ കിട്ടിയ ചരിത്രവും ഉണ്ട്. പണ്ട് ഇന്ദുലേഖ പരസ്യം ചെയ്തിട്ട് മമ്മൂട്ടിക്കെതിരെ കേസ് വന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു. എന്താണിത്? എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും അങ്ങോട്ട് മേനയാവുന്നില്ലല്ലോ. ഇനി നെക്സ്റ്റ് നമ്മള് ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി. ക്രിക്കറ്റ് ഇതുവരെയും കളിച്ചത് പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ ബൂസ്റ്റ് കലക്കി കുടിച്ചിട്ടായിരിക്കും, ആ എനർജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ചന്ദ്രികേന്റെ പരസ്യം ചെയ്തിട്ടുള്ള അമല പോള്, കീർത്തി സുരേഷ്, ഇവരൊക്കെ ചന്ദ്രിക സോപ്പിട്ടാണ് കുളിക്കുന്നത്. ഇവര് ഡെയിലി. പിന്നെ ഫെയർ ആൻഡ് ലവ്ലിന്റെ പരസ്യത്തിൽ ഉണ്ടായിരുന്ന യാമി, അവരൊക്കെ ഫെയർ ആൻഡ് ലവ്ലി മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. ആലിയ ഭട്ട് കുറെ പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ? അതൊന്നും ഇവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാരും അല്ല, ചില ആൾക്കാരാണ് ഞാൻ പറയുന്നത്. അവർക്ക് സംഭവം കണ്ണുകടി. ഇവരെ ഒന്നും ഒരു ബ്രാൻഡും കൊളാബറേഷന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നില്ല. അതാണ് ഇവര് പ്രശ്നം. പിന്നെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു, നിങ്ങൾ തന്നെ പറയുന്നു ഇറ്റ്സ് എ പ്രൊമോഷൻ, ഇറ്റ്സ് എൻ അഡ്വർടൈസ്മെന്റ്. നോബഡി ഈസ് ഫോഴ്സിങ് യു. നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നീ കുറച്ച് കഞ്ചാവ് എടുത്ത് പ്രൊമോട്ട് ചെയ്യും, ഇത് അടിപൊളിയാണ്, മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആരോടും വാങ്ങണമെന്ന് നിങ്ങൾ നിർബന്ധിക്കുകയും വേണ്ട. അല്ലാതെ പിന്നെ എന്താ ഇതിനൊക്കെ പറയാ വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഏതോ ഒരുത്തം പറയുന്നത് കേട്ടു, ഈ പണത്തിന് മീതെ പരുന്ത് പറക്കില്ല എന്നാണല്ലോ, പരുന്ത് പറക്കില്ല എന്നാണല്ലോ. പരുന്ത് പറക്കും, പരുന്ത് പറക്കുന്നതിന് താഴെ പണം വെച്ചാ മതി, പരുന്ത് പറക്കും. എന്ത് ചളിയ പുള്ളിക്കാരി അടിക്കുന്നേന്ന് നോക്കി. പിന്നെ ഈ വേ ബൈ കല്യാണി കൊളാബറേഷൻ ചോദിച്ചു അവിടെ പോയിട്ട്. ആ കൊളാബറേഷൻ കൊടുക്കാത്തതിന്റെ പ്രശ്നത്തിലാണ് ഇവരിങ്ങനെയൊക്കെ വീഡിയോ ചെയ്തത്. ഇപ്പൊ ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ ഇപ്പം
ഇതുവരെയും ഒരാളോടും ഞാൻ അങ്ങോട്ടേക്ക് കൊളാബറേഷൻ ചോദിച്ചു പോയിട്ടില്ല. അൽഹംദുലില്ലാ ഇതുവരെ ഈ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം വരെയും അങ്ങനെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്, അത് ക്ലിനിക്ക് എന്നല്ല, ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും കൊളാബറേഷൻ താല്പര്യമുണ്ടോ എന്നുള്ളത്. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് പൈസയും കൊടുത്ത് വരും. ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ ഈ ഏകദേശം എല്ലാവരും അങ്ങനെയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാര് അവർ കൊളാബറേഷൻ ചിലപ്പോൾ ചോദിച്ചു കാണും, ഈ വേ ബൈ കല്യാണം ചോദിച്ചു കാണും, കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചു കാണും. അവരില്ല എന്ന് പറയുമ്പോൾ ഇവര് ഓക്കെ പൈസ കൊടുത്തു കാണും. പൈസ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആണെന്നില്ല, യൂട്യൂബിലാണെന്ന് തോന്നുന്നു ആക്റ്റീവ് ആയിട്ടുള്ളത്. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും, യൂട്യൂബ് മണി വരും, റവന്യൂ വരും. അപ്പൊ അവർക്ക് പൈസ കൊടുക്കാനുള്ളത് അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഈ യൂട്യൂബ് റവന്യൂവിന്റെ മുകളില് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെ ബ്രാൻഡ് പൈസ കൊടുക്കും. അപ്പൊ എന്തായാലും അവരവരുടെ ഫേസ് ആണ് വലുത്. ഇപ്പൊ കല്യാണി പോയിട്ട് അവിടെ പോയി എനിക്ക് കൊളാബറേഷൻ തന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലിനിക്കിന്റെ അവർ അതെടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് കല്യാണിന്റെ ഫേസിനെയാണെന്ന് കല്യാണിക്ക് അറിയാം. ഓക്കെ, അവര് വെറും മന്ദബുദ്ധിയല്ലല്ലോ നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ. കൊളാബറേഷൻ കിട്ടാത്തത് കൊണ്ട് അവരെ കുറ്റം പറഞ്ഞു, അല്ലാണ്ട് അവരുടെ ചികിത്സാ പിഴവോ അല്ലെങ്കിൽ അവർ ബില്ല് തരാത്ത പ്രശ്നങ്ങളോ ഒന്നുമല്ല. കൊളാബറേഷൻ കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾ ക്ലിനിക്കുകാർ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. ആരാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണിക്ക് കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടാവും, കല്യാണിയെ കുറച്ച് പേര് പോയി നെഗറ്റീവ് പറയും. ആരെ പറഞ്ഞു തന്നെ? നൈസ്. ഓക്കെ, നിങ്ങൾ ഇത് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. കല്യാണി എന്താ വെറും മന്ദബുദ്ധിയാന്ന്? അവിടെ പോയി കൊളാബറേഷൻ തന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മിണ്ടാണ്ടിരിക്കും അവര്, ആ ക്ലിനിക്കിന്റെ അവര് മിണ്ടാണ്ടിരിക്കും. അതും അതിനവര് മിണ്ടാതിരുന്നില്ലല്ലോ. കല്യാണിയും ഭർത്താവും ക്ലിനിക്കിൽ പോയി അടിയുണ്ടാക്കിയത് തന്നെ ആ ക്ലിനിക്കുകാര് അവർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞു. അതിനെതിരെ എനിക്ക് കൊളാബ് തന്നില്ലേ എന്ന് പറഞ്ഞ് അവിടെ പോയി കല്യാണി അലമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ അലമ്പുണ്ടാക്കിയെന്ന് ക്ലിനിക്കുകാർ പറഞ്ഞിട്ടുമില്ല. അലമ്പുണ്ടാക്കിയതിന് പിന്നിൽ ഇക്കാരണവും ഉണ്ടാകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും വേറൊരു ക്ലിനിക്കില് കല്യാണിക്ക് കൊളാബ് തരാമെന്നോ അല്ലെങ്കിൽ കുറഞ്ഞ ട്രീറ്റ്മെന്റിൽ ട്രീറ്റ് ചെയ്യാമെന്നോ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണമായിരിക്കും ഇപ്പൊ അവര് ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ പോയി അലമ്പുണ്ടാക്കിയത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ കൊളാബും ഇതിനൊരു കാരണം തന്നെയാണ്. അല്ലാതെ കൊളാബ് തന്നില്ലെന്നും പറഞ്ഞ് അവിടെ കച്ചറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്യാണി അത്ര മന്ദബുദ്ധിയൊന്നും അല്ലെന്നാണ് എന്റെ അഭിപ്രായം. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പോകുന്ന ക്ലിനിക്കാണ്, അവർക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് അറിയാം. അറിവില്ലാത്ത ഒരാളല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ അവിടെ കൊളാബറേഷൻ ചെയ്യുന്നത് വന്നിട്ട് നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് കല്യാണി പിണങ്ങിപ്പോയി അവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കല്യാണിക്ക് ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു ഗുണമില്ലാണ്ടായി പോവില്ലേ? ഒരു വില ഇല്ലാണ്ടായി പോവില്ലേ? വിലയൊന്നും അല്ലെങ്കിലും ഇല്ല, ഇപ്പോഴും ഇല്ല, പണ്ടും ഇല്ല. അതുകൊണ്ട് അത് വിട്ടിട്ട് ബാക്കി പറ. എല്ലാവർക്കും അവരവരുടെ ഈ പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് വലുതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിനിക്കിന്റെ അവരോട് കൂട്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളോ ബില്ല് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൊളാബറേഷന്റെ പേരടിക്കും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവരുടെ കുറ്റമാക്കിയിട്ടും ഇടുന്നത് ശരിയല്ല. നിങ്ങളടുത്ത് കുറെ സെലിബ്രിറ്റികൾ വരുന്നു എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ പെർഫെക്റ്റ് ആവണമെന്നില്ല. നിങ്ങളെ ഭാഗത്തുനിന്നും തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഈ കൊളാബറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ പ്രൊമോഷൻസ് ചെയ്യുന്ന ആൾക്കാർ, ഇത് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് പറയുന്ന ആൾക്കാരാണ് കേട്ടെ, നിങ്ങൾ കിട്ടാത്ത മുന്തിരി പൊളിക്കും. അങ്ങനെ തന്നെയാണ്, കിട്ടാത്ത മുന്തിരി പൊളിക്കും. നിങ്ങൾക്ക് പാവം യൂട്യൂബിൽ നിന്ന് മാത്രം റവന്യൂ വരുന്നു. ഈ പ്രൊഡക്ഷൻ ബ്രാൻഡുകൾ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് യൂട്യൂബിൽ നിന്നും പണം വരുന്നു, പ്രൊഡക്റ്റിന്റെ പണവും വരുന്നു. അസൂയക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളൊന്നും പറയാനില്ല. ഇതായിരുന്നു ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കല്യാണിയും ഹെലനും അതുപോലെയുള്ള ഒരുപാട് പേര് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ട് അസൂയ മൂത്തട്ടാണ് പോലും അവർക്കെതിരെ എല്ലാവരും സംസാരിക്കുന്നതെന്ന്. എന്തായാലും വല്ലാതൊരു കണ്ടുപിടുത്തം തന്നെയായി. കാര്യം എനിക്ക് മനസ്സിലായി ഇത് കണ്ടതോടുകൂടി. ഈ റിയാക്ഷൻ ചെയ്യുന്ന പരിപാടി എന്തായാലും ഹെലനെ കൊണ്ട് പറ്റത്തില്ല. ഹെലന് പറ്റിയ പണിയല്ല എന്തായാലും അത്. ഫുൾ ടൈം വല്ല പ്രൊമോഷനും ചെയ്ത് നടന്നു, അതാ നല്ലത്. ഇഷ്ടംപോലെ കാശും ഉണ്ടാക്കാം, ഉത്തരവാദിത്വം പറയേണ്ട, ആരോടും മറുപടിയും പറയണ്ട. ആളെ പറ്റിച്ച് അങ്ങനെ ജീവിച്ചാൽ മാത്രം മതി. അല്ലാതെ എന്താ ഇവിടെ പറയുക? ഇങ്ങനൊന്നും അല്ല ഹെലനെ കുറിച്ച് വിചാരിച്ചത്. എന്തെങ്കിലും ആവട്ടെ, കൂടുതൽ എന്തായാലും ഞാനൊന്നും പറയുന്നില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.